നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണറെ തടയും. ഇന്ന് സെമിനാറിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണറെ തടയുക എന്നൊരു നീക്കവുമായി രംഗത്ത് വരുന്നത്. വൈസ് ചാൻസലർ തീരുമാനത്തെ ചൊല്ലി സർക്കാരും ഇടതു സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഗവർണർ ഇന്ന് 2 വർഷത്തിനിടെ ആദ്യമായി കേരള സർവകലാശാലയിൽ എത്തുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിനെതിരെ തടയുക എന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ഇടതു സംഘടനകളുടെ ബഹിഷ്കരണ നീക്കങ്ങൾ ശക്തമാണ്. ചാൻസലറായ ഗവർണർ ഇന്ന് രാവിലെ 11:30 പാളയത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യും. VC നിയമനത്തെ ചൊല്ലി ഇടതു പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ്. സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിൽ സർവകലാശാല ആയിരിക്കുന്നത്. സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്നതാണ് ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലുള്ള ത്രിദിന സെമിനാർ. ഇതിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഗവർണറോടുള്ള എതിർപ്പിനെ തുടർന്ന് പരിപാടിയുടെ കൂടിയാലോചനാ യോഗം ഇടതു സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു. VC നിയമനങ്ങളിൽ ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ ശക്തമാകുന്നത്. എന്തായാലും ഗവർണറുടെ സർവകലാശാല സന്ദർശന വേളയിൽ തീർച്ചയായിട്ടും പ്രതിഷേധം ഉയരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നേരത്തെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി സർവകലാശാല ആലോചിച്ചിരുന്നു. പക്ഷേ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റിയിരുന്നു. സമാനമായി സംസ്കൃത സെമിനാറിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. സെമിനാറിൽ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര വേദിക് യൂണിവേഴ്സിറ്റി VC ഡോക്ടർ റാണി സദാശിവമൂർത്തി, ICPR മെമ്പർ സെക്രട്ടറി ഡോക്ടർ സച്ചിദാനന്ദ മിശ്ര, കാലടി സംസ്കൃത സർവകലാശാല VC ഡോക്ടർ KK ഗീതകുമാരി, കേരള സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ, സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ CN വിജയകുമാരി, കാലടി സർവകലാശാല മുൻ വകുപ്പ് മേധാവി ഡോക്ടർ PC മുരളി മാധവൻ തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം ഗവർണർക്കെതിരെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്ന ആരോപണം കേരള സർവകലാശാലയുടെ നേട്ടങ്ങളെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്നാണ്. VC മോഹൻ കുന്നുമേൽ പദവിയുടെ മഹത്വം മറക്കുന്നുവെന്നും മഹത്തായ സർവകലാശാലയുടെ നേട്ടങ്ങൾ തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും സർവകലാശാലയുടെ ജനാധിപത്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാണ്. മാസത്തിൽ 10 ദിവസം പോലും VC ഓഫീസിൽ എത്താറില്ല എന്നും സർവകലാശാലയിൽ കാവ്യവൽക്കരണത്തിന് VCയുടെ ശ്രമമുണ്ടെന്നും വിമർശനം ശക്തമാണ്. അക്കാദമിക് കൗൺസിൽ ചേരുന്നില്ല. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ VC അട്ടിമറിക്കുന്നു. VC ഫണ്ടുകൾ വകമാറ്റുന്നു. സിൻഡിക്കേറ്റ് അറിയാതെയാണ് ഗവർണറെ കൊണ്ടുവരുന്നത്. ഒരു തരത്തിലുള്ള ആലോചനയും നടത്തിയിട്ടില്ല. സാമ്പത്തികമായ ധൂർത്ത് നടത്തുന്നു. പരിപാടി നടത്തുന്നത് ഏകപക്ഷീയമായിട്ടാണ്. സർവകലാശാലയുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു. ചാൻസലറും വൈസ് ചാൻസലറും സർവകലാശാലയെ കളങ്കപ്പെടുത്തുന്നു. സർവകലാശാലയിൽ കാവ്യവൽക്കരണത്തിന് അനുവദിക്കില്ല എന്നതടക്കമുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ നിലപാടിലാണ് ഈ പ്രതിഷേധക്കാർ ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.